മുനമ്പം ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ആദ്യ 2-3 വീഡിയോകൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കേരളത്തിൻ്റെ പൊളിറ്റിക്സ് ചിലപ്പോൾ മുനമ്പം മാറ്റി എഴുതും. പല ആൾക്കാരും അങ്ങനെ ഉണ്ടാകത്തില്ല, അതല്ല ഇതാണ് അങ്ങോട്ട്. കാരണം ഞാനത് ശരിക്കും ഡെപ്തായിട്ട് നോക്കി ആ ഇഷ്യൂ. മുനമ്പ് ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് ചില ക്രൈസ്തവ അച്ഛന്മാരോടും കാത്തലിക്സ് അച്ഛന്മാരോടും ചില ബിഷപ്പുമാരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അപ്പം അതിൻ്റെ അത് 1-2 ലാറ്റിൻ ബിഷപ്പുമാർ വരാപ്പുഴയൊക്കെ അവിടെയുള്ള കോൺഗ്രസുമായിട്ട് ബന്ധത്തിൻ്റെ പേരിൽ മുനമ്പത്തെ തള്ളി പറയുവാണ്. സീനിയറായിട്ടുള്ള അച്ഛന്മാരുൾപ്പെടെ IB ഈഡനുമായിട്ടുള്ള ബന്ധം, ചില കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം. അപ്പോഴും ഞാൻ ഈ മുനമ്പംകാരോട് പറഞ്ഞു, അതിൻ്റെ സമരസമിതിയിലുള്ളവരോട് ഞാൻ പറഞ്ഞു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ശരിക്കും ഇൻഡെപ്തായിട്ട് ആൻറ്റി ഇസ്ലാമിക്, അതായത് മത തീവ്രവാദികളായ ഇസ്ലാമിക ആൾക്കാർക്കെതിരെ വികാരം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് കാണുമ്പോഴും അതിൻ്റെ റെസ്പോൺസ് കാണുമ്പോഴും ഒക്കെ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ഞാനെപ്പോഴും പറഞ്ഞു 2026 ഇലക്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി മാറ്റി എഴുതും. പക്ഷെ അതേപോലെയുള്ള നേതാക്കളെ BJP കൊണ്ടുവരണം. ഇപ്പം രാജീവ് കയറി വരുന്നു. ഇനി നോക്കുക, KCBC കേരള ബിഷപ്പ് കൗൺസിൽ കാത്തലിക് സഭയുടെ അവരുടെ തീരുമാനം വന്നു കഴിഞ്ഞു. എപ്പോഴും കോൺഗ്രസിനെയും UDFനെയും പിന്തുണയ്ക്കുന്നവരാണ് ഈ കേരളത്തിലെ കാത്തലിക്സ് വോട്ടേഴ്സ്. ചരിത്രവും പാരമ്പര്യവും അങ്ങനെയാണ്. അവർ കേരളത്തിലെ MP-മാരോട് ഡിമാൻഡ് ചെയ്യുകയാണ് മുനമ്പം ഇഷ്യൂ, വഖഫ്, അതുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരുമ്പോൾ, ലോക്സഭയിൽ കൊണ്ടുവരുമ്പോൾ അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുക. സഭ ക്രിസ്റ്റൽ ക്ലിയറായി. കോൺഗ്രസ് നേതാക്കൾ എന്ത് ചെയ്യും? വോട്ട് ഇനിയും ഉണ്ടാകാൻ പോകുന്ന ചിലപ്പോൾ ഈ കോൺഗ്രസിൻ്റെ MP-മാരും കേരളത്തിലെ പല MP-മാരും മുസ്ലിം ലീഗ് ഒഴിച്ചുള്ള MP-മാരും വോട്ട് ചെയ്യാതെ മാറി നിൽക്കും. അതിനെതിരെ വോട്ട് ചെയ്താൽ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറയാം, 200% ഗ്യാരണ്ടി ചെയ്ത് പറയാം, BJP 24 അധികാരത്തിൽ വരും. 100% ആണ്. കേരളത്തിൽ അത്രമാത്രം ക്രൈസ്തവർക്കെതിരെ, ക്രൈസ്തവർക്ക് ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികൾ, ഈ ഇസ്രായേൽ ഇഷ്യൂ, ടെറർ ഇഷ്യൂ, ഇവരീ കാണിക്കും വെറുത്ത് നാശമായിട്ടിരിക്കും അവർ. എനിക്ക് റെസ്പോൺസ് കിട്ടുമല്ലോ. 100%, 200% 2026 ഈ പോക്ക് പോവുകയാണെങ്കിൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരും. 100%. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എഴുതിയെടുത്തു. കാരണം പോക്ക് അങ്ങനെ പോകുന്നത്. രാജ്യത്തെ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാത്യു സാമുവൽ സർ, അദ്ദേഹം പറയുന്ന ഈ ഒരു കുറച്ച് കാര്യങ്ങൾ, ഇത് എത്രത്തോളം പ്രാധാന്യം ഇന്ന് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളത്തെ ഇവിടെയുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും എല്ലാം അടിസ്ഥാനപരമായിട്ട് ഇവരുടെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും എല്ലാം നിലപാടുകൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുന്നേ ആലപ്പുഴയിൽ ഇവരൊരു പരിപാടി നടത്തിയ സമയത്ത് അവലും മലരും കുന്തിരിക്കവും കാത്തുവെച്ചോളൂ, വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മുദ്രാവാക്യത്തോട് കൂടി തന്നെ വിഷയം വ്യക്തമായിരുന്നു. ജിഹാദി ഭീകരവാദികൾ കൃത്യമായിട്ട് കേരളത്തിൽ ആരെല്ലാമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്, അത് വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യം ക്രൈസ്തവ സമൂഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം വന്നത്. നിരോധനത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? നമ്മുടെ കേരളത്തിലെ UDFന്റെയും CPM-ന്റെയും ആരെങ്കിലും ഒരു നേതാക്കന്മാര് ഇവരെ തള്ളിപ്പറയാൻ, ഇവരൊരു ഭീകരവാദ സംഘടനയായിരുന്നു, ഇതുപോലെയുള്ള സംഘടനകൾ നമ്മുടെ കേരളത്തിൽ ഇനി ഇതുപോലെ വളർന്ന് പന്തലിക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രസ്താവന നടത്താൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർ തയ്യാറായിരുന്നു, CPM-കാർ തയ്യാറായിരുന്നു? ഇല്ല. രണ്ടാമത്തത്, ഈ ജിഹാദി ഭീകരവാദികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്ന സമയത്തും ഇവർക്ക് വലിയ തരത്തിലുള്ള മൗനമാണ്. മൂന്നാമത്തെ വിഷയം ഇസ്രായേൽ ഹമാസ് യുദ്ധം.
ഇത് 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ആരംഭിച്ചതാണ്. ഇതിൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊലപ്പെടുത്തിയ ആ ദിവസം മുതൽക്ക് തുടങ്ങിയ യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല. അന്ന് മുതൽക്കേ തന്നെ നമ്മൾ എല്ലാവരും ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള ഹമാസിനെ എതിർക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഇവിടെ UDF-ഉം CPM പരസ്യമായിട്ട് ഹമാസിനും പാലസ്തീനും അനുകൂലമായിട്ട് അവർ റാലികളും വലിയ രീതിയിലെ പ്രതിഷേധ പരിപാടികളും ഇങ്ങനെ നിരന്തരമായിട്ട് നടത്തുക, ഇസ്രായേലിനുള്ള പിന്തുണ ഇന്ത്യ പിൻവലിക്കണമെന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ വരെയുമായി നമ്മുടെ ഈ രാജ്യത്തുള്ള പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസും CPM-ഉം. പക്ഷെ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഇത് നോക്കി കാണുന്നുണ്ട്. ഇത്രയും വിഷയങ്ങൾ ഈ ജിഹാദികളുടെ വലിയ രീതിയിലുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ കാണുകയാണ്. ഇത് കാണുന്ന സമയത്ത് ക്രൈസ്തവ സമൂഹം എന്താണ് ചിന്തിക്കുന്നത്? ഇവരുടെ ലക്ഷ്യം, അവർ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിരന്തരമായിട്ട് പോകുന്ന സമയത്ത് ഇടതുപക്ഷവും കോൺഗ്രസും നിരന്തരമായിട്ട് അവരെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെന്താണ് ഒരു പോംവഴി? ഇത്രയും വർഷം ഞങ്ങൾ ഇവരെ അധികാരത്തിലെത്താൻ വേണ്ടി മാറി മാറി വോട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന് ശക്തമായിട്ടുള്ള രീതിയിലുള്ള പിന്തുണയാണ് കത്തോലിക്ക സഭ കൊടുത്തിട്ടുള്ളത്. അവരുടെ വോട്ടർമാർ പൂർണ്ണമായിട്ട് വലിയൊരു ശതമാനം തന്നെ UDF-നെ പിന്തുണക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ആ ഒരു സമൂഹത്തെ, ക്രിസ്ത്യൻ സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടുള്ള നിലപാടുകൾ ഇപ്പോൾ അവസാനമായിട്ട് വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ എടുത്തിരിക്കുകയാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ നിന്ന് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ പരസ്യമായിട്ട് തന്നെ പാർലമെന്റിൽ വഖഫ് ബില്ലിനെതിരെ ഞങ്ങൾ പ്രസ്താവന ഇറക്കും, സംയുക്തമായിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണ്, 1% പോലും കോൺഗ്രസ് വഖഫിനെതിരെയുള്ള ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് BJP-ക്ക് സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കൂ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വലിയ രീതിയിൽ ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മുനമ്പം വിഷയം അവരെ എത്തിച്ചു. ഇപ്പോ മുനമ്പത്തെ ഏകദേശം 610ഓളം കുടുംബങ്ങളിൽ 500-നോട് അടുത്ത കുടുംബങ്ങളും ക്രൈസ്തവ കുടുംബങ്ങളാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കൂ, വേളാങ്കണ്ണി പള്ളി എന്ന് പറയുന്ന ഒരു പള്ളി പോലും, ആ പള്ളിയുടെ മുന്നിൽ ഇരുന്നിട്ടാണ് ഈ ഒരു സമരം പോലും അവിടെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ പോലും വഴിയാധാരമാക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ വഖഫ് ബോർഡ് മുന്നോട്ട് വെക്കുമ്പോൾ, അതിനെതിരെ നമ്മുടെ രാജ്യം ഒരു നിയമം പാസ്സാക്കുമ്പോൾ, ആ നിയമത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നതിന് പകരം നമ്മുടെ നാട്ടിലുള്ള കോൺഗ്രസ്സുകാര്, ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള MP-മാർ എന്ത് നിലപാടാണ് അവരെടുക്കുന്നത്? അതുകൊണ്ടാണ് കത്തോലിക്ക സഭ പരസ്യമായിട്ട് പറഞ്ഞത്, ഇത് മതേതരത്വം തെളിയിക്കാനുള്ള ഒരു പരീക്ഷണമാണ് ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ നാളെ പാർലമെന്റിൽ കാണാൻ പോകുന്നത്. അപ്പൊ എത്രത്തോളം ഒരു യാഥാർത്ഥ്യമാണത്? കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാട് ക്ലിയർ ആണ്, സ്ട്രൈറ്റ് ആണ്, അതിലൊരു സംശയമില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പ് വലിയ ഭീഷണിയാണ്. ഇവിടുത്തെ UDF എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനം, LDF എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനവും ഇവിടെയുള്ള ജിഹാദി ഗ്രൂപ്പുകൾക്ക് കൃത്യമായിട്ട് അവരെ പരസ്യമായിട്ട് എതിർക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതിനോടൊപ്പം തന്നെ വഖഫ് ബില്ല് അവർക്കറിയാം, ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്, ഞങ്ങളുടെ ഒരു നിലനിൽപ്പിന് ഭീഷണിയാകുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവില്ല. അപ്പൊ വഖഫ് ബോർഡിനെതിരെ നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അവർ ഞങ്ങൾക്കെതിരായാലോ, ഇതാണ് അവരുടെ നിലപാട്. കാരണം അവരുടെ 30% വോട്ടുകൾ, അല്ലെങ്കിൽ 10-28% വോട്ടുകൾ ഇന്ന് കേരളത്തിൽ സംഘടിതമായിട്ടുണ്ട്. അപ്പൊ ഇതിനെ കവർ ചെയ്ത് ഇതിനെ ഒന്ന് പ്രതിരോധിക്കുക, അവർ എന്ത് തീരുമാനമെടുത്താലും അവർക്കൊപ്പമാണെന്നുള്ള നിലപാട് എടുക്കുന്ന സമയത്താണ് കത്തോലിക്ക സഭയ്ക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് ഒരു കാര്യം ഇവിടെ ആ ഒരു വിഷൻ മനസ്സിലായത്. കാരണം മുന്നോട്ടുള്ള സംവിധാനത്തിൽ തങ്ങൾക്കൂടെ നിലനിൽപ്പില്ലെന്നുള്ള മനസ്സിലായി. ഇതാണ് മാത്യു സാമുവൽ സർ കൃത്യമായിട്ട് പറയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പായിട്ടും BJP-ക്ക് അധികാരത്തിലെത്താൻ പറ്റുന്ന ഒരു വലിയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. കാരണം ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ സംഘടിതമായിട്ട് താമര ചിഹ്നത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായിട്ട് നിഷ്പ്രഭമായി പോകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. ആ ഒരു പോക്കിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വലിയ തരത്തിലുള്ള മുന്നേറ്റം കേരളത്തിൽ BJP ഉണ്ടാക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ ഒരു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ BJP കൊണ്ടുവന്നതിൽ തർക്കമില്ല.